ഇന്നൊരു 3 മണിയാകുമ്പോഴേക്കും നമുക്കൊരു പ്രൊമോഷൻ വീഡിയോയ്ക്ക് പോകാൻ വേണ്ടിയിട്ടുണ്ട്. അതിന് മുന്നേ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. രാവിലത്തെ ചായയോടി കഴിഞ്ഞിട്ട് വേഗം തന്നെ ഉച്ചാകുമ്പോഴത്തെ പരിപാടി നോക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ അങ്ങോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ചോറ് വെക്കാൻ വേണ്ടിയിട്ട് അരി എടുത്തിട്ടുണ്ട്. കുക്കറിലാകുമ്പോൾ പിന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് വേഗം ആയിക്കോളും. ആ സമയം കൊണ്ട് നമുക്ക് ഇല്ല ഉപ്പേരിക്കും കറിക്കുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞ് പെറുക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നിങ്ങളെല്ലാവരും സ്പീഡ് കൂടുതലാണ്, ചേച്ചി സ്പീഡൊന്ന് കുറയ്ക്കുമെന്ന് പറയുമ്പോൾ എനിക്ക് കണ്ട കാര്യങ്ങളൊക്കെ ഒരു 3 മിനിറ്റിൻ്റെ ഉള്ളിൽ കാണിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും സ്പീഡിൽ പറയണം. പിന്നെ ഓട്ടോമാറ്റിക്കലി എനിക്ക് ആ ഒരു സ്പീഡ് ഉണ്ട് പറയുമ്പോൾ പിന്നെ ഞാൻ കുറച്ചും കൂടെ സ്പീഡിൽ പറയണത് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ. പിന്നെ കൈപ്പങ്ങ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് കൈപ്പങ്ങയൊക്കെ അത് അരിഞ്ഞ് പെറുക്കിയിട്ട് നമ്മൾ ഉപ്പ് പുരട്ടിയിട്ട് തിരുമ്മി വെച്ചിട്ടുണ്ട് ഒരു കയ്പ്പ് മാറാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇന്നൊരു കറി ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മയുടെ സ്പെഷ്യലാണ് കേട്ടോ, പാലക്കാട് സ്പെഷ്യലാണ്. അപ്പോൾ അമ്മ എപ്പോഴും ഉണ്ടാക്കാറുള്ള ഒരു കറിയാണ്. അമ്മ വീട്ടിൽ ഞങ്ങൾ വെക്കേഷന് പോകുമ്പോഴും ഈ കറിയാണ് കേട്ടോ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാറുള്ളത്. അങ്ങനെ പിന്നെ ചട്ടി വെച്ചു, എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കുറച്ചധികം വറ്റൽമുളകും ചെറിയ ഉള്ളി വെളുത്തുള്ളിയും കൂടെ കുത്തി ചതച്ചതും കൂടെ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ഇടുക. എരിവിന് വേണമെങ്കിൽ കുറച്ചും കൂടെ മുളക് പൊടി ഇടാം. നമ്മുടെ ഈ ഒരു വറ്റൽമുളക് നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. പിന്നെ പുളി അങ്ങോട്ട് പിഴിഞ്ഞൊഴിച്ചിട്ട് പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് അടച്ചങ്ങോട്ട് വെക്കുക. ഇതാണ് കേട്ടോ മുളക് വറുത്തപ്പുളി എന്ന് പറയുന്നത്, പാലക്കാട് സ്പെഷ്യലാണ്. ഇന്ന് ആ ഒരു കറി ആവട്ടെ എന്ന് വിചാരിച്ചിട്ടോ. പിന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു, ചെറുള്ളി വെളുത്തുള്ളി വറ്റൽമുളക് ഇതും കൂടെ ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്ത് വേപ്പില ചേർത്ത് അത് മൂത്ത് വരണ സമയത്ത് ഇത്രയും കൂടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അത് അരിഞ്ഞ് വെച്ച് കഴുകി വെച്ചിരിക്കുന്ന നമ്മുടെ കൈപ്പയും കൂടെ ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് ഇളക്കി അടച്ചങ്ങോട്ട് വെക്കുക. വെള്ളമൊന്നും ചേർക്കേണ്ട, അതിങ്ങനെ മുരിഞ്ഞ് വരട്ടെ. അപ്പോഴേക്കും നമ്മുടെ മുളക് വറുത്തപ്പുളി ഇങ്ങോട്ട് റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിൽ അടച്ച് മാറ്റി അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ആ ചട്ടി കഴുകിയിട്ട് ഇതിലാണ് നമ്മൾ വേറെ റെസിപ്പി ഉണ്ടാക്കുന്നത്. വേറെ റെസിപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കനാണ് കേട്ടോ. മീൻ വാങ്ങാൻ പോയപ്പോൾ ഇല്ലേ അയിലേക്ക് 420, മത്തിക്ക് 350 കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചു 260 രൂപ ചിക്കൻ വാങ്ങിയിട്ട് 3 ദിവസത്തേക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ലേശം എടുത്തിട്ടാണ് എന്തുണ്ടാക്കുന്നത്. നമ്മൾ ചിക്കൻ തോരനാണ് കേട്ടോ. ചട്ടി വെച്ചിട്ട് എണ്ണ വെച്ചിട്ട് കടുക് പൊട്ടിക്കുക. പിന്നെ കുറച്ച് അധികം ചെറുള്ളിയാണ് ഇതിലേക്ക് അധികം വേണ്ടത്. ചെറുള്ളി അരിഞ്ഞതും പിന്നെ കുറച്ച് സവാളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് വേപ്പില ഇതെല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ മഞ്ഞപ്പൊടി മുളക് പൊടി ചിക്കൻ മസാലപ്പൊടി പിന്നെ ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് യോജിപ്പിച്ചിട്ട് നമ്മുടെ ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കും. എന്നിട്ട് അടച്ചങ്ങോട്ട് വെക്കട്ടോ. അത് തന്നെ വെള്ളം ഇറങ്ങിക്കോളും വേവാൻ വേണ്ടിയിട്ട്. പിന്നെ കയ്യോടെ തന്നെ പാത്രങ്ങൾ കഴുകി വെക്കുന്നുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഞാൻ എപ്പോഴും പറയണ പോലെ തന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും ഒരുപാട് കഴുകാൻ വേണ്ടിയിട്ടാവും. അപ്പോൾ ഉള്ള ഗ്യാപ്പിൽ പാത്രങ്ങൾ കഴുകിയിട്ടാവും. പിന്നെ നാളികേരം ഉണ്ടായിരുന്നില്ല, അതും കൂടെ വേഗം പൊളിച്ച് വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ തോരന് നാളികേരം വേണം കേട്ടോ. പിന്നെ നാളികേരൊക്കെ പൊടിച്ചിട്ട് വെള്ളം ഞാൻ തന്നെ പൊടിച്ചിട്ട് എൻ്റെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട്. പിന്നെ നാളികേരൊക്കെ ചിരകണ സമയം കൊണ്ട് കയ്യുമ്പോൾ ഒരു ചെറിയ മുറിയും കൂടെ ആയിട്ടുണ്ട്. ആ ഒരൊറ്റ കുത്തല്ലോ, അയ്യോ നല്ല വേദന ഉണ്ടായിരുന്നു, നല്ല ചോര പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉള്ള ചോര അങ്ങനെ പോകുന്ന വിചാരിച്ചിട്ട് വേഗം കഴുകിയിട്ട് പിന്നെയും തന്നെ ചിരകേണ്ട പരിപാടിക്ക് നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ വെന്ത് റെഡിയായി. ആ നാളികേരായിരിക്കേണ്ട ചേർത്ത് കൊടുത്തിട്ട് ഒരു 2-3 മിനിറ്റാണ് അടച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടി ലാസ്റ്റിൽ പിന്നെ ഇത്തിരി കൂടെ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ കൂടെ മേലെ തൂവുക. വേണമെങ്കിൽ കറിവേപ്പിലും കൂടെ എൻ്റെ കറിവേപ്പില കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ തോരൻ റെഡി ആയില്ലേ. ഇത് അടച്ച് വെച്ചിട്ട് വേഗം തന്നെ അടിച്ച് വാരി തുടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കാട്ടോ. മാറാല തട്ടിയിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നു. എല്ലായിടത്തും നല്ല മാറാല കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും മാറാലൊക്കെ തട്ടി കൊട്ടി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ ഒരൊറ്റ ശ്വാസത്തിൽ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി വന്നു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനമാണ് കേട്ടോ. പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ വീടൊക്കെ വൃത്തിയാണ്, കുക്ക് ചെയ്യാനും ഇല്ല, എല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ വന്നിരുന്നാൽ മതിയല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ടാവില്ല. അതെന്തായാലും ഉണ്ടാവും. അങ്ങനെ പിന്നെ അടിച്ചുവരലും തുടക്കലും മാറാല തട്ടലൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി കുളി കഴിഞ്ഞ് വന്നു. ഇനി ഞാനൊരു പിടിക്കട്ടെ. നിങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇൻസ്റ്റയിൽ കാണുന്നവരൊന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത്. നാളെ കാണാം. ടാറ്റാ ബൈ, സീ യു.